ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം നമ്മുടെ സമുദ്രാതിർത്തിയുടെ സംരക്ഷണം കൂട്ടുന്നതിനായി കൂടുതൽ പടക്കപ്പലുകൾ വിന്യസിച്ചിരിക്കുന്നതാണ്. കാരണം ഇപ്പോൾ നമ്മുടെ അതിർത്തിയിൽ മറിയുന്ന ഒരു അന്തരീക്ഷമാണ്. പ്രത്യേകിച്ച് ബംഗ്ലാദേശ് അതിർത്തി സമുദ്ര മേഖലയുണ്ട്. അതുവഴി നുഴഞ്ഞുകയറ്റം ഉണ്ടാകാനുള്ള സാധ്യതകൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇതുപോലെ യുദ്ധക്കപ്പലുകൾ 3 പടക്കപ്പലുകളാണ് വിന്യസിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ വിമാനങ്ങളും ഹോവർ ക്രാഫ്റ്റുകളും നിരീക്ഷണം ആരംഭിച്ചു കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ വിമാനങ്ങൾ നേരത്തെ മുതൽ ഈ മേഖലയിൽ നിരീക്ഷണം നടത്തുന്നുണ്ട്. ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞുകയറ്റം സമുദ്രം വഴി ഉണ്ടാകും എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകളെ തുടർന്നാണിത്. ഏത് ഭീഷണിയും നേരിടാൻ നമ്മൾ സുസജ്ജമാണ് എന്ന് ICG ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ അനുപം റായ് പറഞ്ഞു. പെട്രോളിംഗ് കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. എയർ കുഷൻ വെസലുകളും ഒപ്പം തന്നെ ഇന്റർസെപ്റ്റർ ബോട്ടുകളും നിരീക്ഷണം നടത്തി വരുന്നു. ഹാൽദിയ, പർദീപ്, ഗോപാൽപൂർ എന്നിവിടങ്ങൾ തീരങ്ങളിലാണ് ഈ പറയുന്ന എയർ കുഷൻ വെസലുകളും ഇന്റർസെപ്റ്ററുകളും നിരീക്ഷണം നടത്തുന്ന. സംശയകരമായ സാഹചര്യത്തിൽ ബോട്ടുകൾ ഉണ്ടെങ്കിൽ പോലും നടപടികൾ എടുക്കുമെന്നും സേന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏതായാലും ഇന്ത്യൻ നേവിയും കോസ്റ്റ് ഗാർഡും ഉൾപ്പെടെ ഉള്ള സംവിധാനങ്ങളാണ് അതിർത്തിയിൽ ഇന്ത്യ ഒരുക്കിയിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ലോകത്തിൻ്റെ മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. ഇറാൻ ഇസ്രായേൽ സംഘർഷം പശ്ചിമേഷ്യയിൽ ആണെങ്കിലും ഇതിൻ്റെ എല്ലാം അലയൊലികൾ വരുന്നത് ഈ സമുദ്രങ്ങളിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആകണം ഒരുപക്ഷെ ഇന്ത്യ അതിനുള്ള മുൻകരുതൽ എടുത്തു തുടങ്ങുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.